സിനിമാ മേഖലയിലെ തർക്കങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വാർത്ത. അത് നടൻ ബിജു മേനോനെതിരെ നിർമ്മാതാക്കളുടെ സംഘടനകൾ രംഗത്ത് വന്ന സംഭവമാണ്. ഇത് ഒരു വിവാദത്തിൽ, ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപമാണ്. ആ ആക്ഷേപം യഥാർത്ഥത്തിൽ മറ്റൊരു തലത്തിലേക്ക് കടന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് ബിജു മേനോനും ആ സിനിമയുടെ നിർമ്മാതാവും തമ്മിലുള്ള തർക്കം എന്നതിൽ അപേക്ഷിച്ച് അതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനകളും താരങ്ങളും തമ്മിലുള്ള തർക്കമായി മാറി. കാരണം സിനിമയുടെ പ്രൊഡക്ഷൻ സംവിധാനങ്ങളിൽ താരങ്ങളുടെ സഹകരണം ഉണ്ടാവുന്നില്ല. സിനിമ പ്രൊമോഷണൽ സാധ്യതകളിൽ താരങ്ങളാണ് മുൻനിരയിൽ നിൽക്കാൻ. പക്ഷേ അത്തരം കരാറുകൾ പലപ്പോഴും ഈ സിനിമയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്നെങ്കിലും അതൊന്നും പാലിക്കാൻ താരങ്ങൾ തയ്യാറാവുന്നില്ല എന്നതാണ്. അത് ബിജു മേനോനൊരു ഉദാഹരണം മാത്രമെന്നതാണ് അവർ പറയുന്നത്. കാരണം സിനിമയുടെ വിജയത്തിൽ നിർമ്മാതാക്കളുടെ താരങ്ങളുടെ ഇടപെടൽ വളരെ നിർണായകമാണ്. അതുണ്ടാവാതെ പോകുന്നത് പുതിയൊരു തർക്കത്തിന് ഇടവെക്കുന്നു എന്നതാണ്. ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും ഈ സിനിമാ പ്രൊമോഷൻ വിവാദത്തിൽ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുന്നു ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നാണ് സാഹചര്യം. നിർമ്മാതാവിന് നഷ്ടം വരുത്തിയെന്ന പരാതിയിൽ ബിജു മേനോനെതിരെ ഇവർ കത്തയച്ചിരിക്കുകയാണ്. ബിജു മേനോൻ്റെ അടുത്ത ചിത്രത്തിലെ പ്രതിഫലത്തിൽ നിന്നും 15 ലക്ഷം രൂപ കിഴിക്കും. ആ പണം ഇപ്പോൾ ഈ ആക്ഷേപം ഉന്നയിച്ച നിർമ്മാതാവ് അനൂപ് കണ്ണന് കൈമാറും. ഇതാണ് ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ധാരണ. ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും ഈ തർക്കം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ്. തങ്ങളുടെ നിലപാടുകൾ ഉറച്ച എന്നതാണ് നിർമ്മാതാക്കളുടെ സംഘടനയും പറയുന്നത്. എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടനകളുടെ ആ പ്രതികരണം. അപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബിജു മേനോനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ പ്രൊമോഷന് ചെല്ലാമെന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അതിൻ്റെ ബേസിലാണ് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും അടുത്ത സിനിമയിൽ നിന്ന് ആ നിർമ്മാതാവ് ഈ അനൂപ് കണ്ണന് പൈസ കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. ആ കത്ത് ബിജു മേനോനെ കത്ത് മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്, അനൂപ് കണ്ണനെയും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് അവരോട് ആദ്യത്തെ പടിയാണ് അമ്മയായിട്ടുള്ള മീറ്റിംഗ്. അതിനകത്ത് ഞങ്ങൾ പറയും, സിനിമയിൽ അഭിനയിച്ചാൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ സീനിയർ എല്ലാ നടന്മാരും മിക്കവാറും എല്ലാവരും പോകുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിനകത്ത് സഹകരിക്കാത്തത്. അത് ശരിയായ ഒരു കാര്യമല്ല. അവരുടെ ഒരു മടി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടായിരിക്കും, പക്ഷെ അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും വിളിച്ച് പറയുന്നതിന് പകരം അവരുടെ സംഘടനയെ വിളിച്ച് ശക്തമായ ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കും. അതിനുശേഷം ഉണ്ടായാൽ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ അവരുമായിട്ട് സഹകരിക്കില്ല. അങ്ങനെയുള്ള പടത്തിൽ അഭിനയിച്ചാൽ പ്രൊമോട്ട് ചെയ്യാത്തവരുമായിട്ട് പിന്നെ എന്തിനാണ് സഹകരിക്കുന്നത്? അവരുടെയും കൂടെ സിനിമയല്ല, അവരുടെ പേരിലല്ല സിനിമ അറിയുന്നത്. യെസ്, അതാണ് ഉന്നയിക്കുന്ന ആക്ഷേപം. യഥാർത്ഥത്തിൽ നമുക്ക് പൊതുവിൽ ജെനുവിൻ തന്നെയാണ് അവരുടെ ആക്ഷേപം എന്ന് വിലയിരുത്തേണ്ടി വരും. ഒരു കാര്യമുണ്ട്, ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് അതിന് സിനിമയുടെ ഒരു പക്ഷേ തുടക്കകാലം തൊട്ട് ബന്ധമുള്ളതാണ്. അതായത് സിനിമയുടെ താരപ്രഭയിൽ നിൽക്കുന്നത് അഭിനേതാക്കളാണ്. അവർക്ക് ഉയർന്ന വേതനമുണ്ട്, ഒപ്പം സമൂഹത്തിൽ ഉയർന്ന പരിഗണന കിട്ടുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ സിനിമ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പിന്നണിയിൽ മാത്രമായി പോകുന്നു. വേതനം അവർക്ക് കുറവാണ്, അവർ പിന്നണിയിലാണ് എന്ന് മാത്രമല്ല, ഈ സിനിമ പരാജയപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണമായ റിസ്ക്കും ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. നിർമ്മാതാവ് അടക്കമുള്ള പിന്നണിയിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സാങ്കേതിക പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അക്കാര്യത്തിൽ ഒരു ഇടപെടൽ എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ തർക്കം ഇവിടെ തീരുന്നില്ല. അമ്മ സംഘടനയ്ക്ക് കത്തയച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. കാരണം ഇതിൽ താരങ്ങൾ പ്രൊമോഷനിൽ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം താരസംഘടന തന്നെ ഉറപ്പാക്കണമെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ സിനിമകളുടെ പ്രൊമോഷനെ അത് ബാധിക്കും, സിനിമാ മേഖലയായി മുന്നോട്ട് പോകുന്നതിന് അത് തടസ്സമാകും. എന്തായാലും ഈ ബിജു മേനോൻ തർക്കത്തിൽ ഒരു കാര്യം ഉണ്ടാവുകയാണ്. ബിജു മേനോൻ്റെ അടുത്ത ചിത്രത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരു നീക്കവുമായി ഇവർ വരികയാണ്. അങ്ങനെയെങ്കിൽ സിനിമയിൽ അത് പുതിയ തർക്കങ്ങൾക്കും പുതിയ നീക്കങ്ങൾക്കും ഇടവയ്ക്കുമെന്ന് ഉറപ്പാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ, ടെലിവിഷൻ ചാനലുകൾക്ക് നൽകുന്ന അഭിമുഖങ്ങൾ, അങ്ങനെ സിനിമയുടെ പ്രൊമോഷൻ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം പുറത്തിറങ്ങുന്ന റിലീസിങ്ങിന് തൊട്ട് മുമ്പായി നടത്തുന്ന നീക്കങ്ങളാണ്. ഈ നീക്കങ്ങളിലാണ് ഈ അഭിനേതാക്കൾ വൈകുന്നത്, അവർ സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ആക്ഷേപം ഉണ്ടാകുന്നത് നടന്ന സംഭവം എന്നൊരു സിനിമയുടെ പേരിൽ, ആ സിനിമയുടെ പിന്നിലാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. എന്തായാലും 15 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ തനിക്ക് നഷ്ടമുണ്ടായി എന്നാണ് അനൂപ് കണ്ണൻ എന്ന നിർമ്മാതാവ് പറയുന്നത്. എന്തായാലും 15 ലക്ഷം രൂപ ബിജു മേനോൻ്റെ പ്രതിഫലത്തിൽ നിന്നും തിരികെ പിടിക്കാൻ തീരുമാനമാകുന്നു. അടുത്ത ചിത്രത്തിൽ നിന്നും സംഘടിച്ച് നിന്നുകൊണ്ട് നിർമ്മാതാക്കൾ അത്തരമൊരു നീക്കം നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ
അത് ഏത് രീതിയിൽ ഉണ്ടാകും എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിൽ സാങ്കേതിക പ്രവർത്തകരുടെ കരാർ വ്യവസ്ഥകളിലും പുതുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 16 മണിക്കൂർ ജോലി 12 കുറച്ചു, രാത്രി ജോലിക്ക് ഇരട്ടി ശമ്പളം, ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ വിശ്രമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ തീരുമാനമായത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സിനിമാ മേഖലയിലെ ഈ തർക്ക വിഷയത്തിൽ ഒരു പരിഹാരം നമുക്ക് ആവശ്യമാണ്. അതിൽ പരിഹാരം ഉണ്ടായേ മതിയാവൂ. സിനിമയിൽ എന്ന് പറയുന്നത്, സിനിമയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതിൻ്റെ ഭാഗമാവണം. പടം വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദിത്തം പേറണമെന്ന സാഹചര്യമാണ്. അപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമെങ്കിൽ അത് തീർച്ചയായും ഉണ്ടാവണം എന്നതാണ് നമുക്ക് പൊതുവിൽ നിരീക്ഷിക്കാനാവുന്നത്. ഈ തർക്ക വിഷയത്തിൽ അത്തരമൊരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. എന്തായാലും സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടില്ല, പക്ഷേ അത് ഉണ്ടാവേണ്ടി വരുമെന്നതാണ് സാഹചര്യം. അമ്മ എന്ന സംഘടന, താരസംഘടന ഇതിലൊരു നിലപാട് കൃത്യമായും പറഞ്ഞേ മതിയാവൂ. കാരണം അത് മുതിർന്ന താരങ്ങളാവട്ടെ ചെറിയ താരങ്ങളാവട്ടെ ആരായാലും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ കൃത്യമായും പങ്കെടുക്കണം. പുതിയ കാലത്ത് ഒരു സിനിമ നിർമ്മിച്ച് അത് വിജയിപ്പിച്ചെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവണം എന്ന കാര്യം കൂടിയാണ്. ഇതിനിടയിൽ ബിജു മേനോനെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനാണ് നീക്കമുണ്ടായതെന്ന ആക്ഷേപമുണ്ട്. ബിജു മേനോൻ പക്ഷേ ഇതുവരെ അതിനോട് പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ട്രാൻസ്പെറൻസി ആവശ്യമാണ്. സിനിമാ മേഖലയുടെ നിലനിൽപ്പാണ് ആവശ്യം. ഇതിൽ നിർമ്മാതാക്കളുടെ സംഘടനകളും സാങ്കേതിക പ്രവർത്തകരും ഒക്കെ പറയുന്ന പ്രശ്നങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അതിലൊരു പരിശോധന, ഒരു ഇടപെടൽ ആവശ്യമാണ്. എന്തായാലും ഈ ബിജു മേനോനെതിരായ ഉയരുന്ന ആക്ഷേപത്തിൽ അത് പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഒപ്പം ഇത്തരം തർക്ക വിഷയങ്ങൾ ഉണ്ടാവാതെ സിനിമാ മേഖല മുന്നോട്ട് പോകട്ടെ എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരും. ഈ വിഷയത്തിൽ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനൂപ് കണ്ണൻ്റെ പരാതി ലഭിച്ചു വരുന്നുവെന്നുകൂടിയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാവുമെന്ന് കരുതാം. അപ്പോൾ ചുരുക്കത്തിൽ സിനിമാ മേഖലയിലെ തർക്ക വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാവട്ടെ. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇടപെടൽ സിനിമയ്ക്ക് ഗുണം ചെയ്യട്ടെ എന്ന് നമുക്ക് കരുതാം. ഒരു ഇടവേളയാണ്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.